ഹായ് ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ല. നമ്മൾ ഈ വീഡിയോയ്ക്ക് ഡീൽ ചെയ്യാൻ പോകും നമ്മുടെ ആപ്പ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അതിനകത്ത് എങ്ങനെയാണ് എൻറോൾ ചെയ്യുന്നത്, സിമിലർ വേ ആപ്പിലുള്ള ഓരോ ഫീച്ചേഴ്സും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയ്ക്ക് നമ്മൾ അടിപൊളിയായി തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിനകത്തും, ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ആപ്പ് സ്റ്റോറിനകത്തും നിങ്ങൾക്ക് ആപ്പ് അവൈലബിൾ ആണ്. എല്ലാവരും സൈലം ലേണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഇതുപോലൊരു അടിപൊളി ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അറൗണ്ട് 5 lakh പ്ലസ് ഡൗൺലോഡ്സും അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനീഷ്യലി കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ അടങ്ങിയ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ഇനീഷ്യലി കാണാൻ സാധിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരെണ്ണമായിരിക്കും. അഥവാ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുന്ന പോലുള്ള ഇൻ്റർഫേസ്. മൊബൈൽ നമ്പർ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഫൈൻ. സോ നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എഗെയിൻ നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ അടിക്കുക. കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പക്ഷേ OTP വെരിഫിക്കേഷൻ ആയിരിക്കും. സോ നിങ്ങളുടെ മൊബൈലിനകത്തോട്ട് ഒരു OTP വരും. ആ OTP ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെരിഫൈ ചെയ്യുക. റൈറ്റ്, യെസ്. OTP അടിച്ച് നമ്മൾ അതിനകത്ത് ആപ്പിനോട്ട് കയറി കഴിഞ്ഞു വെച്ചാൽ ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുക. അതായത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എൻറോൾ ചെയ്ത ക്ലാസ് തന്നെയാണോ ഇവിടെ മുകളിൽ വന്നിരിക്കുന്നത് എന്ന കാര്യം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യും. ഇവിടെ നോക്കിക്കേ, അഗ്നി +1 സയൻസ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ +1ൻ്റെ കാര്യമാണ് പറയുന്നത്. സിമിലർ വേ നിങ്ങൾ ഏതാണോ എൻറോൾ ചെയ്തിരിക്കുന്നത് അതേ ക്ലാസ് തന്നെ മുകളിൽ വന്നിട്ടുണ്ടോ എന്ന കാര്യം നിങ്ങളൊന്ന് വെരിഫൈ ചെയ്യുക. സിമിലർ വേ അതിന് താഴെ ഇവിടെ ഇപ്പോൾ സപ്പോസ് നോ ക്ലാസ്സസ് ഷെഡ്യൂൾഡ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ക്ലാസ്സുകൾ തുടങ്ങുന്ന പക്ഷം നിങ്ങൾക്ക് അടുത്തതായിട്ട് ഷെഡ്യൂൾ ചെയ്ത ക്ലാസ്സുകൾ ഏതൊക്കെയാണ്. ഞാനിപ്പോൾ ഇന്നാണ് ആപ്പിനകത്ത് കയറി നോക്കുന്നതെങ്കിൽ ഇന്നത്തെ എൻ്റെ ക്ലാസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വൃത്തിയായി തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നും നാളെയൊക്കെ ആയിട്ട് എനിക്ക് ഏതൊക്കെ ക്ലാസ്സുകളാണുള്ളത് എന്ന കാര്യം നമുക്ക് ഇവിടെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ ഷെഡ്യൂൾഡ് ആയിട്ട് കാണാൻ വേണ്ടി സാധിക്കും. റൈറ്റ്. അതുപോലെ തന്നെ അതിൽ വ്യൂ ഓൾ ക്ലാസ്സസ് കൊടുത്താൽ കുറേ ദിവസത്തേക്കുള്ള ഷെഡ്യൂൾഡ് ക്ലാസ്സുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് അവിടെ ആക്സസ് ആയിരിക്കും. റൈറ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്ത് മൈ ബാച്ചസിൽ ഒന്ന് കയറിക്കും. നമ്മളെ മൈ ബാച്ചസിന് കയറി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ക്ലാസ് അതിൽ നിന്ന് ഞാനിപ്പോൾ കുറേ കോഴ്സുകൾ പർച്ചേസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വലിയൊരു ഇൻ്റർഫേസാണ് വരിക. ഓറൽസ് ഇപ്പോൾ നിങ്ങളുടെ കാര്യമാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത ക്ലാസ് മാത്രമേ ഇവിടെ കാണത്തുള്ളൂ. സോ അതിനകത്ത് പോയിട്ട് ലെറ്റ് സ്റ്റഡി എന്ന രീതിയിൽ കൊടുക്കുക. ദെൻ അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഈ ഇൻ്റർഫേസിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ, മുകളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ഓൾ ക്ലാസ്സസ് ഉണ്ട്, പേൾ ഉണ്ട്, അനൗൺസ്മെൻറ്റ് ഉണ്ട്. സോ ആദ്യം നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കാം. ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ എന്തൊക്കെയാണ് കാണാൻ പറ്റുക, നമ്മുടെ ടീച്ചേഴ്സ് ആരൊക്കെയാണ്, ഓരോ സബ്ജക്റ്റ് എടുക്കുന്ന ടീച്ചേഴ്സ് ആരൊക്കെയാണ്. അതിനകത്ത് വിയോൾ കൊടുത്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാ ടീച്ചേഴ്സും ഇവിടെ കാണാൻ പറ്റും. റൈറ്റ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷെഡ്യൂൾസ് താഴെ കാണാൻ പറ്റും. ഞാൻ ഇനീഷ്യലി പറഞ്ഞ പോലെ തന്നെ അവിടെ നിങ്ങൾക്ക് 1-2 ദിവസത്തെ ഷെഡ്യൂൾ ആയിരിക്കും കാണുക. ടോട്ടലി നിങ്ങൾക്കൊരു 1 month ഷെഡ്യൂൾ അല്ലെങ്കിൽ 2 week ഷെഡ്യൂൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇവിടെ ഷെഡ്യൂൾസിൽ പോയി കഴിഞ്ഞു വെച്ചാൽ ഓരോ സബ്ജക്റ്റുകളുടെയും ഇനി അങ്ങോട്ടുള്ള ഒരു മാസത്തെയൊക്കെ നിങ്ങൾക്ക് ഷെഡ്യൂൾ കംപ്ലീറ്റ്ലി തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിൽ ഏതൊക്കെ സബ്ജക്റ്റിന് ക്ലാസ് ഉണ്ട് എന്ന കാര്യം വിശദമായി തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. റൈറ്റ്. ഇതാണ് ഡിസ്ക്രിപ്ഷനകത്തുള്ളത്. നെക്സ്റ്റ് വൺ ഓൾ ക്ലാസ്സസ്. ഓൾ ക്ലാസ്സസിലൂടെ നമ്മൾ കടന്നു കഴിഞ്ഞു വെച്ചാൽ ഓരോ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളുമായിരിക്കും ഇവിടെ അവൈലബിൾ ആക്കുക. ദാറ്റ് മീൻസ് ലൈവ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുക. ഒരു ഉദാഹരണം, ഇപ്പോൾ ഫിസിക്സിലോട്ട് ഞാൻ കയറി. ഫിസിക്സിൽ കയറി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ്. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ലൈവ് ക്ലാസ് ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റൈറ്റ്. അപ്പോൾ ഇതാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ ക്ലാസ് എന്ന് വിചാരിക്കുക. അവിടെ താഴെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ്, ക്ലാസിൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. സിമിലർ വേ ഡൗട്ട് ചോദിക്കണമെങ്കിൽ ആസ്ക് ഡൗട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിനകത്ത് ഓരോ പേജ് വൈസ് നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൽ ഏത് കണ്ടന്റ് ഓറിയൻറ്റഡ്, ഏത് പേജിലെ കണ്ടന്റിലാണ് നിങ്ങൾക്ക് സംശയമുള്ളത് അത് ഓറിയൻറ്റഡ് ആയിട്ട് പ്രോപ്പർലി തന്നെ നമുക്ക് ഡൗട്ട് ചോദിക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു പേജ് സപ്ലിമെൻ്ററി യൂണിറ്റ് ഓറിയൻറ്റഡ് ആയ ഡൗട്ടാണെങ്കിൽ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ചോദിക്കാൻ വേണ്ടി സാധിക്കും. റൈറ്റ്. സോ ഇതാണ് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടൈം ലൈൻ. റൈറ്റ്. ആ ടൈമിനെ കുറിച്ച്. നെക്സ്റ്റ് വൺ ഡോക്യുമെന്റ്സ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡോക്യുമെന്റ്സ് എന്തിനാണെന്ന് വെച്ചാൽ ആ പറയുന്ന ക്ലാസിന്റെ PDF ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡോക്യുമെന്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുക. യെസ്. സോ അതായിരിക്കും നിങ്ങൾക്ക് ഡോക്യുമെന്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. അതാണ് ഡോക്യുമെന്റ്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ ഡൗൺലോഡ്സ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന വീഡിയോ നമുക്ക് ഓൺലൈനിൽ തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോകൾ കാണാൻ വേണ്ടി സാധിക്കും. റൈറ്റ്. ഇതൊക്കെയാണ് മെയിൻ കാര്യം. റേറ്റ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. ഇതിങ്ങനെയാണ് ഒരു ലൈവ് ക്ലാസ്സിനെ നമുക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയിട്ട് മാറ്റാനുള്ള കാര്യം. ഇതൊക്കെയാണ് മക്കളെ. സോ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റ് ചെയ്യാൻ, ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ താഴെ കമന്റ് ചെയ്യാൻ സാധിക്കും. ഡൗട്ട് ചോദിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ നമുക്ക് ആ PDF പ്രോപ്പർലി തന്നെ ലഭിക്കും. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് വൺ അടുത്തതിലോട്ട് കടക്കുന്നു. ഇതിൻ്റെ നോട്ട്സ്, നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും നോട്ട്സ് ഇവിടെ തന്നെ അവൈലബിൾ ആണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ പേൾ. പേൾ എന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫീച്ചറാണ് പേൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പലപ്പോഴായിട്ട് പറഞ്ഞ കാര്യമാണ്.
ലൈവ് ക്ലാസ്സുകൾക്ക് പുറമെ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ കണ്ടന്റുകളും ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ കണക്കായിട്ട് ടോപ്പിക് വൈസ് തിരിച്ച റെക്കോർഡഡ് ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, പേൾ എന്ന് പറയുന്നത്. സോ പേളിനകത്ത് ഇപ്പോൾ ഫിസിക്സ് നമ്മൾ എടുത്തു വിചാരിക്കുക. ഫിസിക്സിനകത്ത് നോക്കിക്കേടാ ഓരോ ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കിടപ്പുണ്ടാവും. സോ അതിനകത്ത് ഒരു ഉദാഹരണം നമ്മൾ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഏതാണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ, സപ്പോസ് ഇപ്പോൾ ഗ്രാവിറ്റേഷൻ ഞാൻ എടുത്തു വിചാരിക്കുക. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ നോക്കിക്കുക, ഇത്രയും ടോപ്പിക്കുകളായിട്ട് കംപ്ലീറ്റ് NCERT-യിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്താൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും പേളിനകത്ത് ഉണ്ടാവുക. അതായത് ഒരു കുട്ടിക്ക് ലൈവ് ക്ലാസ്സുകൾ കണ്ടാൽ കംപ്ലീറ്റ് ആയിട്ട് കാര്യം തിരിയും. അതിനപ്പുറം ഏതെങ്കിലും ഒരു ടോപ്പിക് വിശദമായി തന്നെ പഠിക്കണം എന്നാണെങ്കിൽ പേളിനകത്ത് കയറിയിട്ട് ആ ടോപ്പിക് പ്രോപ്പർലി ഉണ്ടാവും. അതിനകത്ത് കയറുക, ആ പറയുന്ന കണ്ടന്റ് വിശദമായി തന്നെ പഠിക്കുക. അങ്ങനെ ഒരു ഓപ്ഷനാണ് എന്തെന്ന് പറയുന്നത്, പേൾ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ അതിൻ്റെ നോട്ട്സും അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കും. പെർട്ടിക്കുലർലി ഏതിൻ്റെയാണോ ആവശ്യമുള്ളത് ആ നോട്ട്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. റൈറ്റ്, നെക്സ്റ്റ് വൺ അടുത്താണ് അനൗൺസ്മെന്റ്സ്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നമ്മുടെ ആപ്പിനെ പറ്റിയുള്ള എല്ലാവിധ അനൗൺസ്മെന്റും ആപ്പ് സ്റ്റോറിനെ പറ്റിയൊക്കെ കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പർലി അവൈലബിൾ ആയിരിക്കും. സൈലം സ്റ്റോറിൽ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മുടെ പേളിനകത്തുള്ള അടുത്തൊരു കാര്യം കൂടി, അടുത്തൊരു ഫീച്ചർ കൂടി ഞാൻ പറയുവാണ്. പേളിനകത്ത് നമുക്കറിയാം ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ കണക്കുള്ള റെക്കോർഡ് വീഡിയോസ് ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന് താഴെ ഏറ്റവും താഴെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, അതായത് ഏറ്റവും താഴെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളുടെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. ഫിസിക്സ് എടുത്തു കഴിഞ്ഞാൽ ചാപ്റ്റർ വൈസ് തിരിച്ചായിരിക്കും എല്ലാ വർഷങ്ങളിലെയും ഏറ്റവും റീസെൻ്റ് ആയ പരീക്ഷ മുതൽ ആ ഒരു 5 വർഷത്തേക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സോൾവ് ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. അതായത് എല്ലാ ലൈവ് ക്ലാസ്സുകളും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് ദിവസേന ഉണ്ടാവും. സിമിലർ വേ നമ്മുടെ റെക്കോർഡഡ് കണ്ടന്റുകൾ പേൾ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഉണ്ടാവും. ആ പേൾ എന്ന് പറയുന്ന ഓപ്ഷനിന് ഏറ്റവും താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്തുകൂടി കാണാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സോൾവ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മളിപ്പോൾ മൈ ബാച്ചിനകത്തുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. അതിന് പുറമെ വേറെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് മൈ ഡാഷ്ബോർഡിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആപ്പിനകത്ത് എത്ര ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്തു, എത്ര ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വൃത്തിയായി തന്നെ കാണാൻ പറ്റും. അതിനാണ് ഡാഷ്ബോർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റുന്നത്. അടുത്തത് മൈ ഹിസ്റ്ററി നമ്മൾ അവസാനമായി കണ്ട ക്ലാസ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ മൈ ഹിസ്റ്ററി കേട്ട് കാണാൻ സാധിക്കും. ഏത് സബ്ജക്റ്റിലെ ക്ലാസ്സാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് കണ്ടത് എന്ന കാര്യമൊക്കെ ഹിസ്റ്ററി കേട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ മൈ ഡൗൺലോഡ്സ്. നിങ്ങളുടെ ഓഫ്ലൈൻ ആയിട്ട് കാണാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ മൈ ഡൗൺലോഡ്സിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് വൺ മൈ ഡൗട്ട്സ്. നിങ്ങൾ ചോദിച്ച ഡൗട്ടും അതിൻ്റെ ആൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മൈ ഡൗട്ട്സിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ക്ലാസിൻ്റെ ആക്സസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കും. അതിന് പുറമെ എക്സാംസ് എന്ന് പറയുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഓൾ ക്ലാസ്സസ് എന്ന് പറയുന്നവിടെ ഈ സബ്ജക്റ്റുകൾക്ക് താഴെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി ഒരു ബണ്ടിൽ കൂടി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് വരും. സോ അതിനകത്തായിരിക്കും നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള എക്സാംസ് എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് വരും. അതുപോലെ തന്നെ മൊഡ്യൂൾ എക്സാംസും സൈലത്തിൻ്റെ ഓണം എക്സാംസും ക്രിസ്മസ് എക്സാമും കാര്യങ്ങളെല്ലാം ആ ഒരു ബണ്ടിലിനകത്തായിരിക്കും വരിക. നിങ്ങൾ ക്ലാസ്സുകൾ ആരംഭിച്ച് കഴിഞ്ഞു വെച്ചാൽ ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ അതിനനുസരിച്ച് ഇവിടെ പുതിയൊരു ബണ്ടിൽ വരും, അഥവാ എക്സാംസ് എന്ന് പറയുന്ന ബണ്ടിൽ. അതിനകത്താണ് ഓരോ എക്സാംസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഏകദേശം ആപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായി.